എല്ലാവർക്കും നമസ്കാരം. ചെറുതേനീച്ചയെ പെട്ടിയിലാക്കുന്ന വീഡിയോന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും അതുപോലെ തന്നെ നമ്മൾ വീഡിയോ കണ്ടിട്ട് നമ്മളെ അടുത്തുനിന്നൊരു വീട്ടിൽ നിന്ന് കുറച്ച് മാസം മുമ്പ് നമ്മളെ വിളിച്ചു, ഇങ്ങനെ ഒരു തേനീച്ച ഉണ്ട്, നിങ്ങൾക്കൊന്ന് പിടിക്കാൻ പറ്റുമോ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ എന്താക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പെട്ടി എടുത്തിട്ടൊരു 6 മാസമായി ശരിക്കും പറഞ്ഞാൽ. കഴിഞ്ഞ മഴക്കാലത്തായിരുന്നു. മഴക്കാലത്ത് പോയിട്ട് അവിടെ പെട്ടിയെല്ലാം വെച്ചിട്ട് വന്നു. അവരെന്നെ വിളിച്ചു, ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു. പക്ഷേ വിളിക്കുമ്പോൾ നമുക്ക് പോകാൻ സമയമില്ല. അങ്ങനെ ഇന്ന് പോയിട്ട് തേനീച്ച അങ്ങനെ പെട്ടിയിൽ കയറിയിട്ട് നോക്കുമ്പോഴേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ അതിനെ ഞാൻ സൂത്രത്തിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈച്ചയുണ്ട്, ഈച്ചപ്പെട്ടിയകത്താണ്. അപ്പോൾ അത് എല്ലാം കൂടാൻ വേണ്ടി കുറച്ച് നേരം അവിടെ കാത്തുകൊണ്ടിരുന്നു. പോയത് കുറച്ച് നേരത്തെ ആയിരുന്നു. അങ്ങനെ കുറച്ച് നിന്നു. ഒരു വീഡിയോ പിടിക്കാൻ ആളില്ല. പിന്നെ എന്താ നടക്കുന്നത്, അപ്പോഴേക്ക് നോക്കുമ്പോഴേക്ക് അവിടെ കുറച്ച് കുഞ്ഞുങ്ങൾ കളിക്കുന്നുണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങളെ ഒന്ന് വിളിച്ചു. കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് ഞാൻ പെട്ടി അയക്കുന്നതിൻ്റെ ഒന്ന് വീഡിയോ പിടിക്കണം പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ വന്നു. അവർ എൻ്റെ വീഡിയോ പിടിച്ചു. അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങൾക്കും തേനീച്ച എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിച്ചു കൊടുത്തു. അവരെല്ലാം സന്തോഷമായി. അപ്പോൾ അതാണ് ചെറുതേനീച്ചയെ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടിയിലാക്കാം. ആരെങ്കിലും വീട്ടിൽ ഉണ്ടെങ്കിൽ പറഞ്ഞ് നമ്മൾ വന്നിട്ട് ഇത് പെട്ടിയിലാക്കാം. പിന്നെ പറയാനുള്ളത് കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ വീട്ടിലൊരു ചെറുതേനീച്ച പെട്ടി 1, 2, 3 എത്രയാണെങ്കിലും വെക്കുക. കഴിയുന്നത് നല്ലൊരു ആദായം കിട്ടും. ആദായം എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം അപ്പമൊക്കെ ദോശയൊക്കെ മുക്കി തിന്നാൻ വേണ്ടി നമുക്ക് ഇത് മതി. അപ്പോൾ അങ്ങനെ ഇത് അയച്ചിട്ടൊന്ന് കുഞ്ഞുങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒന്ന് അയക്കുകയാണ് കേട്ടോ. എല്ലാവരും നോക്കിക്കോണം. ഇതിനകത്ത് റാണീച്ചനെ കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് മനസ്സിലായി റാണീച്ച ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ തേനീച്ചപ്പെട്ടിയും കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഈച്ച ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, നന്ദി, നമസ്കാരം. ഇത് സൂക്ഷിച്ച് നോക്കിക്കോട്ടെ. ഇതിനകത്ത് കാണും റാണീച്ച. നമ്മൾ തുറക്കുമ്പോഴേക്കും മുകളിലുണ്ട്. അപ്പോൾ ഇത് വൈകുന്നേരം അതുകൊണ്ട് ഈച്ച പുറത്തിറങ്ങുന്നതുകൊണ്ട് കൂടുതൽ കാണിക്കുന്നില്ല, കുറച്ചേ കാണിക്കുന്നില്ല. അല്ലെങ്കിൽ ഈച്ച വെറുതെ പുറത്ത് കളയണ്ടല്ലോ, അതുകൊണ്ട് കാണിച്ചിട്ടില്ല. നോക്കിയത് റാണീനെ കാണാൻ വേണ്ടി പറ്റിയതിനകത്ത് വേണ്ട. ഇതാണ് റാണീച്ച ഉണ്ട് ഇതിനകത്ത് കാണുന്നത്. വലുതായിട്ട് കാണാൻ വേണ്ടി പറ്റും റാണീച്ച. അങ്ങനെ അപ്പോൾ ശരിയാവും.